പ്രണയപൂർവം നിനക്കായി ഞാൻ ഭാഗം 28. ഇച്ചായ, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ, അവൾ ചോദിച്ചു. എന്തിനാ ഈ തണുപ്പത്ത് ഫ്രഷ് ആവേണ്ട, ഇങ്ങനെ കിടന്നാൽ മതി എന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് തന്നെ അവൻ കിടന്നു. ആ പുതപ്പിനുള്ളിലേക്ക് അവൻ കയറി. അവൻ ഉടുത്തിരുന്ന മുണ്ട അഴിച്ചു മാറ്റി അവളിലേക്ക് ചേർന്ന് കിടന്നു. ആ പുതപ്പിനുള്ളിൽ രണ്ടുപേരും നഗ്നമായി തന്നെ കെട്ടിപ്പിടിച്ച് കിടന്നു. അങ്ങനെ തന്നെ അവളുടെ കണ്ണുകൾ അടഞ്ഞു. അത് കണ്ടതും സണ്ണി അവളെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് അവളെ ചേർത്ത് പിടിച്ച് അവനും ഉറങ്ങി. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടുകൊണ്ടാണ് ഗൗരി കണ്ണു തുറന്നത്. കണ്ണു തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ശരീരമെല്ലാം നല്ല വേദനയുണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ കരച്ചിൽ ശക്തമായതും അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ അവളെ ചുറ്റിപ്പിടിച്ച് കിടക്കുന്ന സണ്ണിയെ കണ്ടതും അവൾ തൊട്ടിലിലേക്കും പിന്നെ തൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി കിടക്കുന്ന സണ്ണിയെയും ഒന്ന് നോക്കി. അവൾ പതിയെ അവനെ അടർത്തി മാറ്റാൻ നോക്കുമ്പോൾ അവളുടെ ഇടുപ്പിലാണ് കൈകൾ അമർത്തി കിടക്കുന്നത്. മുഖം അവളുടെ മാറിലുമാണ്. അവൾ അവനെ വിളിച്ചു, ഇച്ചായ, ഇച്ചായ. 1-2 പ്രാവശ്യം അവൾ വിളിച്ചതിന് ശേഷമാണ് അവൻ കണ്ണു തുറന്നത്. അവളുടെ മാറിൽ മുഖമുട്ട് ഉരച്ചുകൊണ്ട് അവൻ കാണിക്കുന്നതറിഞ്ഞതും അവളുടെ ശരീരം ഒന്ന് കുളഞ്ഞു. എന്തേ കാണിക്കുന്നേ? കുഞ്ഞു കരയുന്നു, അവൾ പറഞ്ഞു. അപ്പോഴാണ് സണ്ണിയും അത് ശ്രദ്ധിച്ചത്. അവൻ അവളെ മാറ്റിക്കൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റു. താഴെ കിടക്കുന്ന അവൻ്റെ മുണ്ടെടുത്ത് കൊടുത്തുകൊണ്ട് തൊട്ടിലിനടുത്തേക്ക് ചെന്നു. അവൾ അപ്പോഴേക്കും എഴുന്നേറ്റ് ബെഡിൻ്റെ ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്നു കൊണ്ട് പുതപ്പ് മാറിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. അപ്പോഴേക്കും കരയുന്ന മോളെയും കൊണ്ട് സണ്ണി ഗൗരിയുടെ അടുത്തേക്ക് ചെന്നു. മോളെ അവളുടെ മാറിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് അവൻ അവൾക്കരികിലായി തന്നെ ഇരുന്നു, അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട്. ഗൗരി, കുഞ്ഞുങ്ങൾക്ക് വിശപ്പ് മാറ്റാൻ ഉണ്ടാകുമോ? അവൻ ചോദിച്ചതും അവൾ മുഖം തിരിച്ച് അവനെ ഒന്ന് നോക്കി. എന്നെ എന്തിനാ നോക്കുന്നേ? എനിക്കും വിശക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ? അവൻ പറഞ്ഞതും അവൾ അവനെ പതിയെ ഒന്ന് തല്ലി. എന്തൊക്കെയാ പറയുന്നേ? അവൾ ചോദിച്ചു. ഞാൻ പറഞ്ഞത് സത്യമാണ്. അവൻ പറയുന്നത് കേട്ടതും സത്യമൊന്നും പറയണ്ട, ഇച്ചാൻ കുറച്ചു നേരം കൂടി കിടന്നോ, അവൾ പറഞ്ഞു. വേണ്ട മോളെ, പാല് കൊടുത്ത് ഒന്നുകൂടി ഉറക്ക്, എന്നിട്ട് നമുക്ക് ഒന്നുകൂടി കിടക്കാം. അല്ലെങ്കിൽ എൻ്റെ പെണ്ണ് വീണ് പോകും. നല്ല ക്ഷീണമുണ്ട്, മുഖം കണ്ടാൽ അറിയാം. നിന്റെ ചോരയും നീരും ഊറ്റി കുടിച്ചതല്ലേ ഞാൻ. ഇനിയും എനിക്ക് ആവശ്യമാണ്. അപ്പോൾ എന്നെ താങ്ങാനുള്ള ആരോഗ്യം വേണ്ടേ? അതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങിക്കോ, എന്നിട്ട് പിന്നെ എഴുന്നേൽക്കാം, അവൻ പറഞ്ഞു. ഇച്ചായ, സമയം 5 മണിയായി. അമ്മച്ചിയും ചേട്ടത്തിയും എണീറ്റിട്ടുണ്ടാകും, അവൾ പറഞ്ഞു. അതിനെന്താ, ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. കുറച്ച് വൈകിയേ ഞങ്ങൾ എഴുന്നേൽക്കൂ എന്ന് അവൻ പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ പോയതും ഗൗരി അവൻ്റെ കയ്യിൽ പിടിച്ചു. അയ്യോ വേണ്ട, അവൻ എന്തു വിചാരിക്കും, അവൾ പറഞ്ഞു. എന്ത് വിചാരിക്കാൻ? ഒന്നും വിചാരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് മുണ്ടുമുടുത്തുകൊണ്ട് ഒരു ടീഷർട്ടും ഇട്ട് താഴേക്ക് പോയി. അപ്പോഴേക്കും മോള് പാല് കുടിച്ച് ഉറങ്ങിയിരുന്നു. മോളെ തൊട്ടിലിൽ കൊണ്ടുവന്ന് കിടത്തി. പിന്നെ മോനെയും എടുത്ത് പാല് കൊടുത്തു. അവനെയും തൊട്ടിലിൽ കിടത്തി. അതിനുശേഷം ഗൗരി ഫ്രഷ് ആവാനായി കയറി. ഫ്രഷായി അവൾ ഡ്രസ്സ് മാറി പുറത്തേക്ക് വന്നു. മുഖം തുടയ്ക്കുമ്പോഴാണ് സണ്ണി ഒരു കപ്പുമായി വരുന്നത്. മുഖം തുടച്ച ടവൽ മാറ്റിയിട്ടുകൊണ്ട് അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു. അവൻ ആ ചൂട് കോഫി അവളെ കയ്യിലേക്ക് കൊടുത്തു. ഇത് കുടിക്ക്, അവൻ പറഞ്ഞു. ഇതാര് തന്നു? അവൾ ചോദിച്ചു. ആരും തന്നില്ല, ഞാൻ ഇട്ടതാ. ഞാൻ താഴെ ചെല്ലുമ്പോൾ ചേട്ടത്തിയില്ല, പശുവിനെ കറക്കാൻ പോയതാണെന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ പെണ്ണിനുള്ള ഒരു കോഫിയും ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് പോന്നു, അവൻ പറഞ്ഞു. ഇത് കുടിക്ക്, എന്നിട്ട് ഒന്നുകൂടി ഉറങ്ങാം, അവൻ പറഞ്ഞു. എനിക്ക് ക്ഷീണമൊന്നുമില്ല, ഫ്രഷ് ആയപ്പോഴേക്കും എൻ്റെ ക്ഷീണമെല്ലാം മാറി, അവൾ പറഞ്ഞു. ഞാൻ താഴെ പോയിട്ട് വരാം, ഉറങ്ങിക്കോ, അവൾ പറഞ്ഞു. വേണ്ട, ഉറങ്ങുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഉറങ്ങും, ഇല്ലെങ്കിൽ ഞാൻ ഉറങ്ങില്ല, അവൻ വാശി പിടിച്ചതും അവൾ ആ കോഫി ഊതി കുടിച്ചുകൊണ്ട് കുറച്ച് അവനും കൊടുത്തു. കോഫി കപ്പ് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് അവൻ അവളെയും കൊണ്ട് ബെഡിനടുത്തേക്ക് നടന്നു. അവളെയും കിടത്തി. അവനും അവളുടെ അടുത്ത് തന്നെ കിടന്നു. സണ്ണി ഗൗരിയുടെ മാറിലേക്ക് അവൻ്റെ മുഖം ചേർത്ത് വെച്ചു. വീണ്ടും ഉറങ്ങി. അവൻ്റെ തലയിൽ തലോടി അവളും വീണ്ടും ഉറങ്ങി. പിന്നെ ഗൗരി കണ്ണു തുറക്കുമ്പോൾ സമയം 8 മണിയായിരുന്നു. അവൾ അടുത്ത് കിടക്കുന്ന സണ്ണിയെ നോക്കി. തൻ്റെ കഴുത്തിൽ മുഖം ചേർത്ത് വെച്ചാ കിടക്കുന്നത്. സണ്ണിയുടെ ശ്വാസം അവളുടെ കഴുത്തിൽ തട്ടുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ അവൻ ഉറക്കമാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ പതിയെ എഴുന്നേൽക്കാൻ നോക്കി. അവൾ എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ മുഖം ഒന്നുകൂടി അവളുടെ കഴുത്തിലേക്ക് ചേരുന്നത് അവൾ അറിയുന്നുണ്ട്.
പിന്നെയും അവൾ പതിയെ അവൻ്റെ തല പൊക്കിക്കൊണ്ട് പില്ലോ എടുത്തു വെച്ചു. അവിടെ നിന്നും പതിയെ എഴുന്നേറ്റ് കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ചെന്ന് നോക്കി. രണ്ടുപേരും നല്ല ഉറക്കമാണ് എന്ന് കണ്ടതും അവൾ വീണ്ടും ഫ്രഷായി റൂമിലേക്ക് വന്നു. പപ്പയും മക്കളും നല്ല ഉറക്കമാണ് എന്ന് കണ്ടതും അവൾ വേഗം കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു. പൊട്ടും സിന്ദൂരവും ചാർത്തിക്കൊണ്ട് വേഗം താഴേക്ക് ചെന്നു. താഴേക്ക് ചെല്ലുമ്പോൾ അമ്മച്ചിയും ചേട്ടത്തിയും ഗായത്രിയുടെ അമ്മയും നിന്ന് സംസാരിക്കുന്നുണ്ട്. ചേട്ടത്തിയുടെ കൈ നിറയെ മാമ്പഴവും ഉണ്ട്. അപ്പോഴാണ് ഗൗരി അങ്ങോട്ട് ചെല്ലുന്നത്. മോള് വെളുപ്പിന് എഴുന്നേറ്റായിരുന്നു അല്ലേ? കോഫി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പാലുമായിട്ട് വരുമ്പോൾ മോളെ കണ്ടില്ല. പക്ഷേ കോഫി തിളപ്പിച്ച് വെച്ചിരിക്കുന്നത് കണ്ടു. ചേട്ടത്തി ചോദിച്ചു. മക്കൾ എഴുന്നേറ്റില്ലേ മോളെ? അമ്മച്ചി ചോദിച്ചു. ഇല്ല അമ്മച്ചി, നല്ല ഉറക്കാണ്, അവൾ പറഞ്ഞു. അപ്പോഴാണ് ചേട്ടത്തിയുടെ കയ്യിലെ മാമ്പഴം കാണുന്നത്. ഇതെവിടുന്നാ? അവൾ ചോദിച്ചു. നമ്മുടെ ആ കിഴക്ക് ഭാഗത്തെ മാവിൽ നിന്നാണ്. നല്ല മാമ്പഴമാണ്. മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ പറ്റിയതാ. ഞാൻ ദേ കുറച്ച് ഗായത്രിയുടെ അമ്മയ്ക്കും പിന്നെ കുറച്ച് നമ്മുടെ വീട്ടിലേക്കുമായിട്ട് എടുത്തതാണ്, ചേട്ടത്തി പറഞ്ഞു. അവരുടെ സംസാരം കേട്ടുകൊണ്ട് ഗായത്രി അങ്ങോട്ട് വരുന്നത്. കുളി കഴിഞ്ഞിട്ടുള്ള മരമാണ്. കുട്ടികളെന്തി ഗൗരി? ഗായത്രി ചോദിച്ചു. എഴുന്നേറ്റിട്ടില്ല, ഗൗരി പറഞ്ഞു. നീ സ്കൂളിലേക്ക് പോകാൻ റെഡിയായോ? പോകാൻ റെഡിയാണ്. ഇനി ഭക്ഷണം കഴിച്ച് സാരി മാറ്റിക്കഴിഞ്ഞാൽ പോകാം, അവൾ പറഞ്ഞു. സണ്ണി സാർ സ്കൂളിലേക്ക് വരുന്നില്ലേ? ഗായത്രി ചോദിച്ചു. ഇല്ല മോളെ, അവൻ ഇനി കുറച്ച് തിരക്കായിരിക്കുമെന്ന് പറഞ്ഞു. പിന്നെയും അവരെല്ലാവരും കൂടി സംസാരിക്കുമ്പോഴാണ് സണ്ണി എഴുന്നേറ്റ് വരുന്നത്. കയ്യിൽ രണ്ടും കുഞ്ഞുങ്ങളുണ്ട്. അത് കണ്ടതും വേഗം തന്നെ ചെന്ന് ഗൗരി മോനെ എടുത്തു. അമ്മച്ചി ചെന്ന് മോളെയും. പപ്പയും മക്കളും എഴുന്നേറ്റ് വരുന്ന സമയം നോക്കിക്കേ, അമ്മച്ചി പറഞ്ഞു. സണ്ണി അവിടെ നിന്ന് കോട്ടുവായി ഇടുന്നുണ്ട്. അത് കണ്ടതും നീ എന്താ ഉറങ്ങിയില്ലേ? നിനക്ക് ഇനിയും ഉറക്കം വരുന്നുണ്ടോ? അമ്മച്ചി ചോദിച്ചു. കുറച്ചു നേരം കൂടി ഉറങ്ങട്ടെ അമ്മച്ചി, നല്ല ക്ഷീണം എന്ന് പറഞ്ഞ് സണ്ണി തിരിച്ച് കയറി പോകുന്നത് കണ്ടതും എല്ലാവരും ഗൗരിയെ നോക്കി. അവളുടെ മുഖം ചുവന്ന് തൊടുത്തിരുന്നു. അവൾ മോൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടതും അമ്മച്ചിയും ചേട്ടത്തിയും ഗായത്രിയുടെ അമ്മയും എല്ലാം ഒന്ന് പുഞ്ചിരിച്ചു. കുഞ്ഞിച്ചക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഗായത്രി ഗൗരിയുടെ കയ്യിൽ ഇരിക്കുന്ന കുഞ്ഞിനെ കളിപ്പിക്കാൻ വേണ്ടി വന്നതും അവളുടെ ചെവിയിലായിട്ട് പറഞ്ഞു. മോൾക്കും നല്ല ക്ഷീണമുണ്ട്, വേണമെങ്കിൽ പോയി കിടന്നോ. അതെ, നിന്റെ ഇച്ഛായനോട് കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് വരുമ്പോൾ ആ ടീഷർട്ട് ഇടാൻ പറയണം. എല്ലാവരെയും ആ ശരീരത്തുള്ള പാട് എന്തിനാ കാണിക്കുന്നത്? അത് നീ മാത്രം കണ്ടാ പോരെ? ഗായത്രി ചോദിച്ചതും ഗൗരി ഞെട്ടലോടെ അവളെ നോക്കി. പിന്നെ പെട്ടെന്ന് സണ്ണി കയറിപ്പോകുന്ന ഭാഗത്തേക്ക് നോക്കി. അവൾ വേഗം കുഞ്ഞിനെ ഗായത്രിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് സണ്ണിയുടെ അടുത്തേക്ക് പോകുന്നത് കണ്ടതും ഗായത്രി ചിരിച്ചുപോയി. അവൾ വേഗം സണ്ണിയുടെ പുറകെ ചെന്നു. ഇച്ഛായ, എന്ത് പണിയെ കാണിച്ചത്? അവൾ ചോദിച്ചതും സണ്ണി ഏറ്റവും മുകളിലെ പടികളിൽ ചെന്ന് നിന്നു. അവൻ്റെ അടുത്തേക്ക് അവളും വന്നു. എന്താ പെണ്ണേ, എൻ്റെ കൊച്ചിനും എൻ്റെ കൂടെ കിടക്കണോ? എന്നാ ഇങ്ങോട്ട് വാ, കുറച്ചു നേരം കൂടി കിടക്കാം. അമ്മച്ചിയും ചേട്ടത്തിയും കൂടി മക്കളെ നോക്കിക്കോളും. നീ ഇങ്ങോട്ട് പോര്, സണ്ണി പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു. കൈ വിട്ടേച്ചായ, അവൾ താഴേക്ക് നോക്കിക്കൊണ്ടാണ് പറയുന്നത്. എന്താ? അവൻ ചോദിച്ചു. ഡ്രസ്സ് ഇടാതെ താഴേക്ക് എന്തിനാ വന്നത്? ഗൗരി ചോദിച്ചതും സണ്ണി അവനെ നോക്കി. ഒരു മുണ്ടെടുത്തിട്ടുണ്ട്. ഞാൻ മുണ്ടെടുത്തിട്ടുണ്ടല്ലോ, സണ്ണി പറഞ്ഞു. ഇച്ചാൻ എന്താ ഷർട്ട് ഇടാതെ എന്തിനാ താഴേക്ക് വന്നത്? അവൾ ചോദിച്ചതും അതിനെന്താ, ഞാൻ നമ്മുടെ വീട്ടിലല്ലേ നിന്നത്, അവൻ ചോദിച്ചു. അതെ, പക്ഷേ അവരെല്ലാവരും ഇച്ചാൻ്റെ ഈ പാടുകൾ കണ്ടു എന്ന് പറഞ്ഞു. അവൾ അവൻ്റെ കഴുത്തിലായി കിടക്കുന്ന മാലയുടെ ഭാഗത്തുള്ള പാടുകളും നെഞ്ചിൻ്റെ ഭാഗത്തുള്ള പാടുകളും കൈകൊണ്ട് തൊട്ടു. അവൾ ആ പാടുകളിൽ എല്ലാം തൊടുന്നത് കണ്ടതും സണ്ണി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ ഈ പാടുകളെല്ലാം അവർ കണ്ടോ? സണ്ണി ചോദിച്ചതും അവൾ കണ്ടു എന്ന് തലയാണിക്കി. ആരാ പറഞ്ഞത് കണ്ടു എന്ന് അവൻ ചോദിച്ചു. അതെന്നോട് ഗായത്രി പറഞ്ഞു, അവൾ പറഞ്ഞു. അതുമാത്രമല്ല, അമ്മച്ചിയുടെയും ചേട്ടത്തിയുടെയും ഗായത്രിയുടെ അമ്മയുടെയും മുഖത്തൊക്കെ ഒരു ചിരിയുണ്ടായിരുന്നു. അവരെല്ലാവരും കണ്ടിട്ടുണ്ട്, അവൾ പറഞ്ഞു. കാണട്ടെ, ഇതൊന്നും ആർക്കും ഇല്ലാത്തതല്ലല്ലോ. പിന്നെ എൻ്റെ അമ്മച്ചിക്ക് ഇതൊക്കെ കാണുമ്പോൾ അമ്മച്ചിയുടെ മകന് ഇങ്ങനെ കന്യകനായി പോകുമെന്നാ കരുതിയത്. ഇപ്പോൾ മനസ്സിലായല്ലേ അമ്മച്ചിയുടെ മകൻ്റെ വെർജിനിറ്റി ഈ പെണ്ണ് കവർന്നെടുത്തെന്ന്? സണ്ണി പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ ഇനി ധൈര്യമായിട്ട് നമുക്ക് കുറച്ചു നേരം കൂടി കിടക്കാം എന്ന് പറഞ്ഞ് അവൻ അവളെ തോളിലൂടെ കൈയിട്ടതും അവൾ കുതറി മാറി. അയ്യടാ, ഞാനില്ല, അങ്ങ് തന്നെ പോയി കിടന്നാൽ മതി, ഗൗരി പറഞ്ഞതും ഇതാരാ ഈ പറയുന്നത്? മര്യാദയ്ക്ക് നടന്ന എന്നെ പ്രലോഭിപ്പിച്ച് രാത്രി എന്നെ മനോഹരമായ മുല്ലപ്പൂ പന്തൽ ഒരുക്കി നല്ല സാരിയൊക്കെ എടുത്ത് സുന്ദരിയായിട്ട് നിന്ന്
എന്നെ പ്രലോഭിപ്പിച്ചിട്ട് പീഡിപ്പിച്ചിട്ട് പറയുന്നത് കേട്ടില്ലേ? ഞാനില്ല ഇന്ന്. ഇങ്ങോട്ട് വാടി പെണ്ണേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെ 2 കൈയിലും കോരിയെടുത്തു. താഴെ നിന്നും അമ്മച്ചി, എടാ എൻ്റെ കൊച്ചിനെ താഴെ നിർത്തടാ. അമ്മച്ചി പറഞ്ഞതും സണ്ണി മുകളിൽ നിന്ന് തന്നെ അമ്മച്ചിയെ നോക്കി. സണ്ണിയുടെ കയ്യിൽ കിടന്ന ഗൗരിയും. അപ്പോഴാണ് അമ്മച്ചിയും ചേട്ടത്തിയും ഗായത്രിയും കുഞ്ഞുങ്ങളെയും കൊണ്ട് അകത്തേക്ക് കയറി വരുന്നത്. അവർ നോക്കുമ്പോൾ സണ്ണി ഗൗരിയെ എടുത്ത് പിടിച്ചിരിക്കുകയാണ്. അവളെ താഴെ നിർത്താൻ അമ്മച്ചി പറഞ്ഞതും സണ്ണി ഗൗരിയെ താഴെ നിർത്തി. അത് പിന്നെ ഗൗരിക്ക് കാല് വേദനിക്കുന്നു എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ എടുത്തതാ. അവൻ പറഞ്ഞു. നീ ഒരുപാട് വേദനിപ്പിക്കണ്ട എൻ്റെ മോളെ. നിനക്ക് ഉറക്കം വരുന്നു എന്നല്ലേ പറഞ്ഞത്? നീ പോയി കിടന്നുറങ്ങ്. അമ്മച്ചി പറഞ്ഞതും എനിക്ക് മാത്രമല്ല ക്ഷീണം, എൻ്റെ പെണ്ണിനും ഉണ്ട്. അവൻ പതിയെ പറഞ്ഞതും ഗൗരി അവനെ ഒന്ന് കണ്ണുരുട്ടി കാണിച്ചു. ഗൗരി പടികൾ ഇറങ്ങാൻ പോയതും സണ്ണി വീണ്ടും അവളുടെ കയ്യിൽ പിടിച്ചു. അമ്മച്ചി ഇപ്പോൾ വിടാം, ഒരു അത്യാവശ്യ കാര്യമുണ്ട് എന്ന് പറഞ്ഞ് സണ്ണി വീണ്ടും ഗൗരിയുടെ കയ്യിൽ പിടിച്ചു. മറ്റുള്ളവർക്ക് ഒന്നും പറയാനോ കേൾക്കാനോ ഉള്ള അവസരം കൊടുക്കാതെ അവൻ അവളെയും കൊണ്ട് റൂമിലേക്ക് കയറി. റൂമിലേക്ക് കയറിയതും അവളെ ഒന്ന് നോക്കി. ദേഷ്യത്തോടെ തന്നെ നോക്കുന്ന അവളെ കണ്ടതും ഇപ്പോൾ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? സണ്ണി ചോദിച്ചതും ഇനി എങ്ങനെയാ ഞാൻ അവരുടെ മുഖത്ത് നോക്കാം? ഗൗരി പറഞ്ഞതും എന്തു കുഴപ്പം? അവരൊക്കെ ഈ പ്രായം കഴിഞ്ഞ് വന്നിരിക്കുക. അതിൽ ശിശുക്കളായിട്ട് നമ്മൾ 2 പേരും മാത്രമേ ഉണ്ടാവൂ. ബാക്കിയെല്ലാവരും കല്യാണം കഴിഞ്ഞതാ. നമ്മുടെ ഈ പ്രായമൊക്കെ കഴിഞ്ഞാൽ അവർ വന്നത്. അതുകൊണ്ട് എൻ്റെ കൊച്ച് അതോർത്ത് ടെൻഷൻ ആവണ്ട. അതെ, ഞാൻ കിടക്കാൻ പോകാനെന്ന് പറഞ്ഞത് വെറുതെയാണ്. ഞാൻ ഫ്രഷായിട്ട് താഴേക്ക് വരാം. നമുക്ക് 2 പേർക്കും കൂടി ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അവൻ പറഞ്ഞുകൊണ്ട് ഗൗരിയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. ഗൗരി, എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എനിക്ക് ഇന്നലെ അത്രയും മനോഹരമായ ഒരു നൈറ്റ് എനിക്ക് തന്നതിന്. സണ്ണി പറഞ്ഞതും ഗൗരി അവളുടെ മുഖത്തേക്ക് നോക്കി. സത്യമായിട്ടും ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിട്ടില്ല അങ്ങനെ ഒരു രാത്രി. പക്ഷേ മറക്കാൻ പറ്റാത്തൊരു രാത്രി തന്നതിന് എന്ത് സമ്മാനമാണ് പെണ്ണെ നിനക്ക് വേണ്ടത്? അവൻ്റെ മുഖം അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ചുകൊണ്ടാണ് ചോദിച്ചത്. എനിക്കൊന്നും വേണ്ട, ഇച്ചാൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായാൽ മതി. അവൾ പറഞ്ഞു. അത് പറ്റില്ല, എന്തെങ്കിലും വേണം. പറയ്, എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എൻ്റെ പെണ്ണിന്? അവൻ ചോദിച്ചതും അവൾ മുഖമുയർത്തി അവനെ നോക്കി. അത് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നുമില്ല. എപ്പോഴും എനിക്ക് ഇതുപോലെ ഇച്ചാനോട് ചേർന്ന് നിൽക്കണം. അമ്മച്ചിയുടെയും എൻ്റെ മക്കളുടെയും സ്നേഹം അനുഭവിച്ച് അവരെ തിരിച്ചും സ്നേഹിച്ച് എനിക്കിങ്ങനെ ജീവിച്ചാൽ മതി. വേറെ ഒന്നും എനിക്ക് ആഗ്രഹമില്ല. അവൾ പറഞ്ഞു. ഉറപ്പായിട്ടും നമ്മൾ ഒരുമിച്ച് ജീവിക്കും, എൻ്റെ പെണ്ണ് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ. സണ്ണി പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ഞാൻ വരുമ്പോഴേക്കും വേഗം റെഡിയായിട്ട് നിന്നോളൂ കേട്ടോ, അവൻ പറഞ്ഞു. അപ്പോൾ മക്കളെയോ? അവൾ ചോദിച്ചു. മക്കളെ അമ്മച്ചിയും ചേട്ടത്തിയും കൂടി നോക്കിക്കോളും. നമുക്ക് 2 പേർക്കും മാത്രം പോകാൻ പറ്റിയ സ്ഥലമാണ്, സണ്ണി പറഞ്ഞു. അത്രയും പറഞ്ഞ് അവളുടെ കവിളിൽ ഒന്ന് പതിയെ തട്ടിക്കൊണ്ട് അവൻ വാഷ്റൂമിലേക്ക് കയറി. സണ്ണി ഫ്രഷായി ഇറങ്ങുമ്പോൾ ഗൗരി ഡ്രസ്സ് മാറി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ഓഫ് വൈറ്റ് സാരിയാണ് അവളുടെ വേഷം. അതിൽ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് അവന് തോന്നി. എങ്ങോട്ടേ ചായ? പറഞ്ഞില്ലല്ലോ, അവൾ ചോദിച്ചു. സർപ്രൈസാണ് മോളെ, അതങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല, സണ്ണി പറഞ്ഞുകൊണ്ട് അവളെ 2 കണ്ണും ചിമ്മിക്കാണിച്ചു. ഇച്ചായ, ഞാൻ പോയി അമ്മച്ചിയോട് പറയട്ടെ, അവൾ പറഞ്ഞുകൊണ്ട് വേഗം അവിടെ നിന്നും അമ്മച്ചിയുടെ അടുത്തേക്ക് പോയി. സണ്ണി വേഗം ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി. അവൻ താഴേക്ക് വരുമ്പോൾ അമ്മച്ചിയുടെ അടുത്ത് ഗൗരിയുണ്ട്. മക്കളെ, എന്തെങ്കിലും കഴിച്ചിട്ട് പോ, അമ്മച്ചി പറഞ്ഞു. വേണ്ട അമ്മച്ചി, ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണി കുഞ്ഞുങ്ങളെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. ഗൗരിയും അതുപോലെ തന്നെ മക്കളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അമ്മച്ചിയോടും ചേട്ടത്തിയോടും പറഞ്ഞുകൊണ്ട് സണ്ണിയുടെ അടുത്തേക്ക് ചെന്നു. അവരെവിടെ പോകുന്നത്? ചേട്ടത്തി ചോദിച്ചു. അവർ മൂപ്പനെ കാണാൻ പോവുകയാണ്. ഗൗരിമോളുടെ ദേഹത്തുള്ള പാടുകളെല്ലാം മാറിക്കഴിയുമ്പോൾ ഒന്ന് കൊണ്ടുചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മരുന്ന് കൊടുക്കാനാണ്. അവളുടെ പ്രസവം കഴിഞ്ഞിട്ട് യാതൊരു മരുന്നുകളും ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. ഇപ്പോഴല്ലേ നമ്മൾ മരുന്നുകളെല്ലാം കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ മോള് ചെന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പറിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ്. അതുണ്ടാക്കി വയ്ക്കാൻ പറ്റുന്ന മരുന്നല്ല എന്ന്. ഇപ്പോൾ ഇവർ ചെന്ന ആ സമയത്ത് മൂപ്പൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് വേഗം പോകുന്നത്. ഇപ്പോൾ ഗൗരിമോള് ഓക്കെയാണ്, ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വൈകിക്കണ്ട എന്ന് തോന്നി. അവൻ എന്നോട് ഇത്തിരി മുമ്പാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നി നല്ല കാര്യമാണെന്ന്. മോളുടെ ശരീരത്തിന് നല്ലതാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ്
ഞാനും പെട്ടെന്ന് തന്നെ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞത്, അമ്മച്ചി പറഞ്ഞു. സണ്ണി അവിടെ നിന്ന് ഗൗരിയെ മൂപ്പൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോയത്. കുറേ നേരത്തെ യാത്രയായതുകൊണ്ട് പോകുന്നതിനിടയ്ക്ക് അവർ പുറത്തുനിന്ന് ഭക്ഷണവും കഴിച്ചു. അവിടെ എത്തിയപ്പോഴേക്കും 11 മണിയുടെ അടുത്തായി. ഗൗരിയെയും കൊണ്ട് സണ്ണി മൂപ്പൻ്റെ അടുത്തേക്ക് ചെന്നു. ഗൗരിയെ മൂപ്പൻ പരിശോധിച്ചു. കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം മൂപ്പൻ സണ്ണിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ആൾക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നും. അവരെ അവിടെ ഇരുത്തിക്കൊണ്ട് മൂപ്പൻ കുറച്ച് സമയം പുറത്തേക്ക് പോയി. അതിനുശേഷം ഒരു മരുന്ന് കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു. ഉള്ളിലെ ചതവും മുറിവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനാണെന്ന് പറഞ്ഞു. പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചമരുന്നുകളും വാങ്ങിക്കൊണ്ടാണ് ഗൗരിയും സണ്ണിയും പോയത്. ഇതെന്ത് പറ്റി ചായ, പെട്ടെന്ന് മൂപ്പനെ കാണാൻ വന്നത്? ഗൗരി സണ്ണിയോട് തിരിച്ചു വരുന്ന വഴിക്ക് ചോദിച്ചു. അതോ, ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ ചെക്കപ്പുകളൊന്നും നടത്തിയിട്ടില്ലല്ലോ. ഒന്നും നടത്താതെ തന്നെയല്ലേ ഞാനിപ്പോൾ 2 ദിവസമായി എൻ്റെ പെണ്ണിനെ കിടന്ന് കഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ദോഷം എൻ്റെ ഗൗരി കോച്ചിന് ഉണ്ടോ എന്നറിയാൻ വേണ്ടി വന്നതാ ഞാൻ. ഒരാളെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും മൂപ്പൻ എന്നാ പറയുന്നത്. പിന്നെ നാടി നോക്കിയാണ് മൂപ്പൻ ചികിത്സിക്കുന്നത്. മൂപ്പൻ്റെ മരുന്നുകൾക്കെല്ലാം ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ആള് അങ്ങനെയൊന്നും ആർക്കും കൊടുക്കുകയുമില്ല. നമ്മുടെ വീട്ടിലേക്ക് എന്താവശ്യം പറഞ്ഞാലും മൂപ്പൻ മരുന്ന് തരും. അപ്പച്ചനുമായിട്ട് അത്ര നല്ല അടുപ്പത്തിലാണ്. അതാണ്. എന്തായാലും എൻ്റെ പെണ്ണിന് കുഴപ്പമൊന്നുമില്ല എന്ന് മൂപ്പൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ടല്ലോ എനിക്ക്, അവൻ ചെറിയൊരു കുറുമ്പോടെ പറഞ്ഞു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.